ചേരുന്നുണ്ട്. നവമി, ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നവർ എല്ലാം അവരുടേതായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ ഈ ഘട്ടത്തിലും സാധിക്കുന്നുള്ളൂ. പരസ്പര ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി സമവായത്തിൻ്റെ പാതയിലൂടെ പോകേണ്ടതാണ്. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനിടെ അച്ഛന്മാർക്ക് നേരെയുള്ള നടപടി അതിനെയും തള്ളിക്കളയുകയാണ്. ഇങ്ങനെയൊരു സിനഡ് പോലും ഇല്ല, സിനഡ് അല്ല എന്ന് പറയുന്നു. റാഫേൽ തട്ടേലിനെതിരെ പോലും വിമർശനം ഉന്നയിക്കുന്നു. പിതാവിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഷൈജുവിനെ പോലെയുള്ളവർ പറയുന്ന സാഹചര്യമുണ്ടാകുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അഭിലാഷ്, നമ്മൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ വൈകുന്നേരം ബിഷപ്പ് ഹൗസിന് മുന്നിൽ നടന്ന വലിയ രീതിയിലുള്ള വാക്കേറ്റമാണ്. പിന്നീട് പോലീസ് അവിടെ എത്തുകയും വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. പിന്നീട് പോലീസ് അവിടെ എത്തുകയും ഇവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം. അതിനിടയിൽ പോലീസിലെ സഭാ നേതൃത്വം പരാതി നൽകുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ ചേരുന്ന സിനഡിൽ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഈ വൈദികർക്കെതിരെ 21 വൈദികരാണ് ഇപ്പോൾ ഇവിടെ സമരം ഇരിക്കുന്നത്. ഒരു പ്രതിഷേധ സൂചകമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ സമരം ഇരിക്കുന്നത്. അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾക്ക് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം. 21 വൈദികർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സിറോ മലബാർ സഭ സിനഡ് അല്പം മുൻപ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് സൂചന കിട്ടുന്നത്. ബിഷപ്പ് ഹൗസ് കയ്യേറി നടക്കുന്ന സമരം തെറ്റായതും ക്രൈസ്തവ ചൈതന്യത്തിനെതിരായതുമായ നടപടിയെ സിറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ ഇന്ന് അപലപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ നടപടിയിൽ നിന്നും പിന്മാറാൻ സിനഡ് വൈദികരോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 21 വൈദികരെയായിരുന്നു പുറത്താക്കിയത്. ഈ വൈദികരാണിപ്പോൾ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഒരു പ്രതിഷേധമായി ഇരിക്കുന്നത്. ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ അഡ്രസ്സ് ഇത് തന്നെയാണ്, ഈ ആധാർ കാർഡിലടക്കം ഞങ്ങളുടെ അഡ്രസ്സ് ബിഷപ്പ് ഹൗസ് ആണ്, പിന്നീട് ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ എങ്ങോട്ടേക്ക് പോകുമെന്ന ചോദ്യമാണ് 21 വൈദികരും ഉന്നയിക്കുന്നത്. പക്ഷേ ഈ വൈദികരുടെ പുറത്താക്കിയിട്ടും വൈദികർ ബിഷപ്പ് ഹൗസിൽ തന്നെ തമ്പടിക്കുന്ന, ഈ പ്രതിഷേധിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ച ഈ ഒരു നടപടിയെ സിനഡ് വലിയ രീതിയിൽ അപലപിച്ചിട്ടുണ്ട്. ഇത് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവർക്കെതിരെ ഉടനെ തന്നെ കടുത്ത അച്ചടക്ക നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് സിനഡ് അല്പസമയം മുമ്പും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. സിറോ മലബാർ സഭയുടെ സിനഡ് കാക്കനാട് പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് കൂടി പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും ഈ വൈദികർക്കെതിരെ എടുക്കുന്ന നടപടി എന്ന് ഉറ്റുനോക്കുകയാണ്. പോലീസിലടക്കം പരാതി നൽകിയെങ്കിൽ പോലും പോലീസ് പലപ്പോഴും നിസ്സഹായരായി നിൽക്കേണ്ട അവസ്ഥയാണ്. നമുക്കറിയാം, കോടതിയിൽ പോലും ഇക്കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം. വിമതരും വൈദികരും തമ്മിൽ വലിയ രീതിയിൽ പ്രതിഷേധവും കയ്യേറ്റവും വൈദികരെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനം അനുസരിച്ച് ഈ പ്രതിഷേധം ഇരിക്കുന്ന 21 വൈദികരെക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. പക്ഷേ ഇതിലെങ്ങനെയാണ് ഇനി വൈദികർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുക, തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും, ഇനിയും സംഘർഷത്തിന് സാധ്യതയുണ്ടോ എന്നതൊന്നും നമുക്കിപ്പോൾ സംഘർഷത്തിനൊക്കെ സാധ്യതയുണ്ട്. അതിനൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയാൻ കഴിയുകയുള്ളൂ. ഇന്നലത്തെ ഈ സംഘർഷത്തോടു കൂടി പള്ളിയിൽ നിന്നും വിമതരെയും വിശ്വാസികളെയും ഒക്കെ പുറത്താക്കിയിട്ടുണ്ട്. ഇവരോടൊന്നും പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഇന്നലെ തന്നെ കളക്ടറും ഒപ്പം പോലീസും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ 21 വൈദികർക്കെതിരെ കടുത്ത നടപടിയുമായി സഭ മുന്നോട്ടെത്തിയിരിക്കുന്നത്. 7 അല്ല 70 തവണ ക്ഷമിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ക്രിസ്തുവിന്റെ അനുയായികൾ ആണ് അരമന മുറ്റത്ത് ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കുന്നത്. ഈ വാർത്ത അവസാനിപ്പിക്കുമ്പോൾ ലൂക്കയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ 34-ാം വാചകം മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല.